അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ സാർ, KNM സംസ്ഥാന സെക്രട്ടറി പാലത്ത് അബ്ദുറഹ്മാൻ മദനി, വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനെത്തിയ മൗലവി ബഷീർ പട്ടേൽ താഴം, മദീനത്തുല്ലും പ്രിൻസിപ്പൽ പ്രൊഫസർ KP അബ്ദുൾ റഷീദ് സാർ, സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, 2016 ഇത്ര വിപുലമായ രീതിയിൽ ദഅ്വാ സമ്മേളനം നാം ആരംഭിക്കുന്നത്. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലത്തെ മദീനത്തുൽ-ഉലൂമിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഒരാളെന്ന നിലക്ക് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ഘടകമാണ് MSM-നും MGM-നും നമ്മളുടെ ക്യാമ്പസിലുള്ളത് എന്ന് എനിക്കറിയാം. ഒരു കാലഘട്ടത്തിലും ഇവിടെ നമ്മുടെ ആദർശ സംസ്കരണ പ്രവർത്തനങ്ങൾ നിലച്ചിട്ടില്ല. പക്ഷേ വിപുലമായ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയ ദഅ്വാ സമ്മേളനം നാം തുടങ്ങിയത് 2016 അതിപ്പോൾ 10ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ടൊരു ആശ്വാസവും സന്തോഷവും അഭിമാനവും എന്തെന്ന് വെച്ചാൽ, ഈ സമ്മേളനം, ദഅ്വാ സമ്മേളനം ജനകീയമാക്കാൻ, ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി അധ്യാപകരാണ് ഒരു കാലഘട്ടത്തിൽ ആദ്യകാലങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട മുനീർ മദനിയും മറ്റ് സഹ അധ്യാപകരും ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ ഇപ്പോൾ ഏതാനും വർഷങ്ങളായി നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഈ പരിപാടിയുടെ സംഘാടകർ. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ ഒരു ദൗത്യം, റോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറക്കണം എന്ന് അവരോട് പറയേണ്ടി വരികയാണ്. വളരെ ആവേശപൂർവ്വമാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ ഈ ശബ്ദം, മൈക്ക് സെറ്റൊക്കെ അങ്ങാടിയിലൊക്കെ വേണം, ഇതിൻ്റെ സൗണ്ട് ബോക്സ് അവിടെയൊക്കെ വെക്കണം, ലൈറ്റൊക്കെ അവിടെയൊക്കെ വേണം. ഈ രീതിയിലാണ് നമ്മളുടെ കുട്ടികൾ വളരെ ആവേശപൂർവ്വം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വേണ്ട. അയൽവാസികൾക്കൊക്കെ ചില ആളുകൾക്ക് ഇതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് നിയന്ത്രിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയുന്ന കാര്യമാണ്. നമ്മളെ മക്കളാണ്, ലക്ഷക്കണക്കിന് രൂപ ഇതിന് ചിലവുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ തന്നെയാണ് അതൊക്കെ ശേഖരിക്കുന്നത്. ഞങ്ങളുടേതായ ഒരു പങ്കാളിത്തം ഉണ്ടാകും എന്നതല്ലാതെ കാര്യങ്ങളൊക്കെ നമ്മളുടെ കുട്ടികളാണ് ചെയ്തു വരുന്നത്. പ്രിയപ്പെട്ടവരെ, MSM-ൻ്റെയും MGM-ൻ്റെയും ടീം വളരെ ശക്തമാണ്. അവർ മാസങ്ങളായി ഇതിൻ്റെ അണിയറയിലാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ ഒരുപാട് കുടുംബ സംഗമങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും തന്നെയാണ് അതൊക്കെ നയിച്ചത്. നമ്മളുടെ പ്രസ്ഥാന ബന്ധുക്കളുടെ നിർലോഭമായ പിന്തുണയും സഹായവും അതിന് ലഭിച്ചിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റികളും വിവിധ മഹല്ല് യൂണിറ്റ് ഭാരവാഹികളുമൊക്കെ അതിന് വേണ്ട പോലെ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മളുടെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സംസ്കരണത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഖുതുബ പരിശീലനം വളരെ വ്യവസ്ഥാപിതമായി നടന്നു വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ സമയത്ത് നമ്മളുടെ മെമ്പറുകളിൽ സ്ഥിരമായി ഖുതുബ നടത്തുന്നവർ നമ്മളുടെ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരിലുമുണ്ട്. അതേപോലെ സാഹിത്യ സമാജം ഇവിടെ മുടങ്ങാതെ നടന്നു വരുന്നുണ്ട്, കുട്ടികൾക്ക് പ്രസംഗവും മറ്റു കാര്യങ്ങളും അഭ്യസിക്കാൻ വേണ്ടി. പൊതുപ്രഭാഷണത്തിന് പരിശീലനത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് തന്നെ നമ്മളുടെ ഡോക്ടർ സാബിർ നവാസ് മാഷിൻ്റെ കീഴിൽ ഇവിടെ നടന്നു വരുന്നുണ്ട്. അതേപോലെ നമ്മളുടെ PG വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന പ്രത്യേകമായ ഒരു പ്രസംഗ പരിശീലനം, ഈ രീതിയിൽ വിവിധങ്ങളായ പദ്ധതികൾ. സുബഹി നമസ്കാര ശേഷം നമ്മളുടെ പള്ളിയിൽ വെച്ച് തെതുക്കിറ എന്ന പേരിൽ ഒരു ലഘു ഉത്ബോധനം, അത് നമ്മളുടെ അധ്യാപകരും
വിദ്യാർത്ഥികളും തന്നെയാണ് എല്ലാ ദിവസവും നടത്തി വരുന്നത്. അതേപോലെ നമ്മുടെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ആക്കാനുള്ള ഒരു ലളിതമായ ഒരു പദ്ധതി നമ്മളുടെ പള്ളി കേന്ദ്രീകരിച്ച് നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഹോസ്റ്റലും കോളേജും കേന്ദ്രീകരിച്ച് എളിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ മുടങ്ങാതെ നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി നമ്മളുടെ കുട്ടികൾ നന്നായിട്ട് സംസാരിക്കാൻ പ്രാപ്തിയുള്ള കുട്ടികളുണ്ട്. ഇന്ന് നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പായി ഇന്ന് അസറിന് ശേഷം നമ്മളുടെ ഇവിടെ വേദിയിൽ വെച്ച് സ്റ്റുഡൻസ് ടോക്ക് നടന്നത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മദീനത്തുലുമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കുട്ടികളാണ് സംസാരിച്ചത്. വളരെ നല്ല രീതിയിൽ വിവിധങ്ങളായ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് വളരെ മനോഹരമായി അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രതിനിധികൾ മാത്രമാണ്. നമ്മളുടെ എല്ലാ കുട്ടികളും ഏതാണ്ട് ആ രീതിയിലൊക്കെ സംസാരിക്കാനുള്ള രീതിയിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഇതൊന്നൊരു വലിയ കാര്യങ്ങളല്ല, പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ വലിപ്പം ഇത്തിരി ഉണ്ട്. കാരണം കോളേജ് ക്യാമ്പസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയമാണ്. റാഗിങ്ങിൻ്റെ, പ്രണയത്തിൻ്റെ, ലഹരി വ്യാപനത്തിൻ്റെ നടുക്കുന്ന വാർത്തകളാണ് ക്യാമ്പസുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മൾ ഫെബ്രുവരി മാസം 14-നാണ് ലോക പ്രണയ ദിനത്തിലാണ് നമ്മളുള്ളത്. എല്ലാവർക്കുമൊക്കെ ഒരു ബന്ധമൊക്കെ ആവശ്യമാണ്. അതേപോലെ അതൊക്കെ സമ്മാനങ്ങളും സന്ദേശങ്ങളും കൈമാറി പുതുക്കണമില്ലാത്തവർ തുടങ്ങണം. അതിനു വേണ്ടിയൊക്കെയുള്ള ഒരു വാലന്റൈൻ എന്നൊരു പാതിരിയുടെ ഈ ആണ്ടിൻ്റെ ദിവസത്തിൽ ഇത്തരം വൃത്തികേടുകൾ, ഈ അവിഹിത ബന്ധങ്ങൾക്കുള്ള അതിനെ കളമൊരുക്കുന്ന, അതിനെ വിശുദ്ധമായി അതിനെ മഹത്വവൽക്കരിക്കുന്ന ഈ സാഹചര്യത്തിലൊക്കെ നമ്മളുടെ കുട്ടികൾ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ അതാണ് അവിടെ അതിൻ്റെ ഉയർച്ച, അതിൻ്റെ വലിപ്പം, പ്രസക്തി അവിടെയാണ്. MGMൻ്റെ നമ്മളുടെ പ്രവർത്തകർ അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നമ്മളെ ക്യാമ്പസിൽ ഈ തോട്ടത്തിൽ വെച്ച് നടത്തിയ വനിതാ സംഗമം ശ്രദ്ധേയമായി. അതേപോലെ നാളെ അവർ ഇൻഷാല്ലാ ഒരു എക്സ്പോ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. നമുക്ക് നാളെ അത് ഇൻഷാല്ലാ കാണാൻ സാധിക്കും. എന്താണ് പെണ്ണിൻ്റെ ഇടം എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു പരിപാടി, വിപുലമായ എക്സ്പോ, ഒരു പ്രദർശനം അവർ സജ്ജീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇന്നും നാളെയും മറ്റന്നാളുമായി നമ്മളുടെ മാസങ്ങളായി നീണ്ട ഈ ദഅവാ പ്രവർത്തനങ്ങളുടെ സമാപ്തിയിലാണ് നാം ഉള്ളത്. ഇന്ന് നമ്മളുടെ പരിസരത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത വേറെയും പരിപാടികൾ അപ്രതീക്ഷിതമായി നടന്നതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ളൊരു പങ്കാളിത്തം ഇല്ല. പക്ഷേ അതിൽ നമ്മൾക്ക് വിഷമം ഉണ്ടാവേണ്ടതില്ല. കാരണം ഈ ദീനി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് ആരെയും കാണിക്കാനോ മാധ്യമ ശ്രദ്ധക്കോ വേണ്ടിയല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടിയാണ്. വന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഈ പരിപാടികളിൽ നിങ്ങൾ കുടുംബസമേതം ഉണ്ടാവണം. ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും അപ്ഡേഷൻ നിങ്ങൾ നൽകണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ മൗലവി ബഷീർ പട്ടേൽ താഴം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് സംസാരം കഴിഞ്ഞാൽ KNM സംസ്ഥാന സെക്രട്ടറി പാലത്ത് അബ്ദുറഹ്മാൻ മദനി നമ്മളുടെ കൂടെയുണ്ട്. ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സ്വലാഹി നമ്മളുടെ കൂടെയുണ്ട്. ഈ സംസാരങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ പിരിയുക. അത് കഴിഞ്ഞാണ് നമ്മൾക്ക് നമ്മുടെ പള്ളിയിൽ ഇശാ ജമാഅത്ത് ഉണ്ടാവുക എന്നറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. MSMൻ്റെ, MGMൻ്റെ, മദീനത്തുല്ലൂമിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും സഹായവും ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.